നമസ്കാരം. ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം ഇതാണ്. ഞാൻ സെറ്റ് തിയറിൻ്റെ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള രണ്ട് ഇക്വേഷൻസ് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 400 ആളുകളിൽ 250 പേർ ഹിന്ദി സംസാരിക്കും, 200 പേർ ഇംഗ്ലീഷ് സംസാരിക്കും എങ്കിൽ എത്ര പേർ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കും? ഭാഷയുടെ കഥയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് എന്താണ്? നമ്മുടെ സെറ്റ് തിയറിയുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിയുകയാണെങ്കിൽ 400 ആളുകളിൽ 250 പേർ ഹിന്ദി സംസാരിക്കും, 200 പേർ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറയുമ്പം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്തായി? 450ആയി. ഇതിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് സെറ്റ്, ഹിന്ദി സംസാരിക്കുന്നവരെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയും നമ്മൾ രണ്ട് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റ് എന്തല്ല? ഡിസ്ജോയിൻ്റ് അല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ നമുക്ക് എന്താണ് 400 എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് വരിക? നമ്മൾ ഹിന്ദി സംസാരിക്കുന്നവരെ സെറ്റ് ഇ എന്നും, അല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ ഇ എന്നും, ഹിന്ദീനെ നമ്മൾ എച്ച് എന്നും എടുത്തു കഴിഞ്ഞാൽ ഈ യൂണിയൻ നമ്പർ ഓഫ് ഈ യൂണിയൻ എച്ച് ആണ് ഇവിടെ എന്ത് വരുന്നത്? 400 വരുന്നത്. 250 പേർ ഹിന്ദി സംസാരിക്കും എന്ന് പറയുമ്പം നമ്പർ ഓഫ് എച്ച് എന്ന് പറയുന്നത് 250 വരും. നമ്പർ ഓഫ് ഇ എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ 200 പേരാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇംഗ്ലീഷും ഹിന്ദിയും, അതായത് കോമൺ ആയിട്ട് വരുന്നത് ഈ ഇന്റർസെക്ഷൻ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? നമ്പർ ഓഫ് E union H equal to number of E plus number of H minus number of E intersection H. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിന് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? നമ്പർ ഓഫ് E intersection H equal to നമ്പർ ഓഫ് E plus നമ്പർ ഓഫ് H minus നമ്പർ ഓഫ് E union H എന്ന് കിട്ടും. ഇതെന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇ എന്താണ്? 200 പ്ലസ് നമ്പർ ഓഫ് എച്ച് 250 മൈനസ് ഈ യൂണിയൻ എച്ച് എന്താണ്? 400. അപ്പം ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നവരെ നമുക്ക് എന്ത് കിട്ടും? 50. ഇനി ഈ രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ്. ഇനി നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗണം എയിൽ 3 അംഗങ്ങളും ഗണം ബിയിൽ 6 അംഗങ്ങളും ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയിലെ മിനിമം അംഗങ്ങളുടെ എണ്ണം എത്ര? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ് മിനിമം. മിനിമം അംഗങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എ ബി 2 സെറ്റ് ഉണ്ട്. നമ്മളിരിക്കും ഗണം എയിൽ 3 അംഗങ്ങളും ഗണം ബിയിൽ 6 അംഗങ്ങളും ഉണ്ടായത്. ദർ ഈസ് എ പോസിബിലിറ്റി എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആവാൻ ഒരു ചാൻസ് ഉണ്ട്. നമുക്കറിയില്ല, എന്തായാലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പം മിനിമം അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വരും? നമ്പർ ഓഫ് എ യൂണിയൻ ബി മിനിമം എന്ന് പറയുമ്പം എന്തേ വരുള്ളൂ? ഈ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടെങ്കിൽ അത് പിന്നെ എ യൂണിയൻ ബിയിൽ ആ എലമെന്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ ബിയിലെ എലമെന്റ്സ് മാത്രം എഴുതുന്നതിനോട് ഈക്വൽ ആവുമല്ലോ. അപ്പൊ ബിയിലെ എലമെന്റ്സ് എത്രയാണ്? 6. അതാണ് ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. അതെന്താണ്? ഗണം ഇതിനോട് ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ്. ഗണം എയിൽ 9 അംഗങ്ങളും ഗണം ബിയിൽ 10 അംഗങ്ങളും ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയിലെ മാക്സിമം അംഗങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. അത് പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മാക്സിമം എയിൽ നിന്ന് 9 അംഗങ്ങളും വരാം, ഗണം ബിയിൽ നിന്ന് 10 അംഗങ്ങളും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് വരുന്നതെങ്കിൽ 9ഉം വരാം 10ഉം വരാം. അപ്പം ടോട്ടൽ എത്ര വരും? നമ്പർ ഓഫ് എ യൂണിയൻ ബിയിലെ മാക്സിമം അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 9 + 10 = 19 വരാം. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സെറ്റ്സും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നീ 2 പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്ഷൻ വൈസ് അല്ലാതെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ ഇന്ന് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓപ്ഷൻ വൈസ് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആൻസർ ചെയ്ത് പോകാനായി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1 വേർഡ് ആയിട്ട് വരുന്നത് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് വരുന്ന ആ ഒരു പോർഷൻ വരുന്ന എല്ലാതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഒക്കെ നന്നായിട്ട് പഠിച്ച് അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻജക്റ്റീവ് സബ്ജക്റ്റീവ് ബൈജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല തറോ ആയിട്ട്
പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. HSA ആൻഡ് KTET ഓൺലൈൻ തീവ്ര പരിശീലനം. പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു. കൂടാതെ PDF നോട്ടുകളും എല്ലാ ആഴ്ചയിലും പരീക്ഷകളും. വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ജനറൽ വിഷയങ്ങൾ, സൈക്കോളജി ആൻഡ് പെഡഗോഗി, റിനൈസൻസ് ഇൻ GK ആൻഡ് ഇംഗ്ലീഷ് ഓർ മലയാളം. APTIGS അക്കാഡമി, മുക്കം.